ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻ്റ് ആകാനായിട്ട് ഇതുവരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് പോലെ ഓവുലേഷൻ ടൈം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നും ഈ ഒരു ഐറ്റത്തിന് ഇല്ല കേട്ടോ. ഇത് ഒരുപാട് പ്രഗ്നൻസി ഇഷ്യൂസ് ഉള്ളവർക്ക്, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്കൊക്കെ അതൊക്കെ ടാക്കിൾ ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ലെങ്ത്തിൽ 2 ഫേസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തേതാണ് ഫോളിക്കുലർ ഫേസ്, രണ്ടാമത്തേതാണ് ലൂട്ടിയൽ ഫേസിൽ. ഫോളിക്കുലർ ഫേസിൽ നമുക്ക് വേണ്ടുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വേണം, LH ഹോർമോൺ വേണം, ഈസ്ട്രജൻ ഹോർമോൺ വേണം. ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഈ 2 ഹോർമോൺസും കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ അണ്ടം വളരുകയും ചെയ്യുള്ളൂ. വളർന്ന് പൊട്ടിയ അണ്ടം പെട്ടെന്ന് തന്നെ ബീജസങ്കലനം നടക്കണമെങ്കിൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടി ശരീരത്തിൽ വേണം. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് എള്ള് എന്ന് പറയുന്നത്. എള്ള് നമ്മൾ എല്ലാവരും ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുള്ള ഒന്നാണ് എള്ളെന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എള്ള് ഉപയോഗിക്കാറുണ്ട്. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമല്ലോ, പീരിയഡ്സ് മാത്രമാണല്ലോ ആകുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നഷ്ടമായി പോകുമോ. ചില ആളുകൾ പ്രഗ്നൻസി ആണെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം എടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമായി പോകുമോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് വീഡിയോയിൽ നോക്കാം കേട്ടോ. ഈ എള്ളില് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. ഇതെല്ലാം അണ്ടം റിലീസ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അണ്ടം റിലീസ് ആകുക എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മളൊരു മെഡിസിൻ കഴിച്ചിട്ട് അണ്ടം റിലീസ് ആക്കുകയല്ല. നമ്മളൊരു ആയുർവേദി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചിട്ട് അണ്ടം പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും അണ്ടം വളരും, അത് പൊട്ടും. പക്ഷെ ആ അണ്ടത്തിന് ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ PCOD ഉള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു മാസം PCODയുടെ മെഡിസിൻ കഴിച്ചിട്ട് വേറെ ഒന്നും ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ ഒന്നും തന്നെ ചെയ്യാതെ അടുത്തൊരു സൈക്കിളിൽ ലെട്രസോളോ ക്ലോമഫിൻ സിട്രേറ്റോ HCG ഇഞ്ചക്ഷനോ ഒക്കെ വെക്കാറുണ്ട്. അവർക്ക് അടുത്ത ആ ഒരു സമയത്ത് തന്നെ ബ്ലീഡിംഗ് ആവുകയും ചെയ്യും, പ്രഗ്നൻസി കിട്ടാറില്ല. നോർമലി അങ്ങനെ സംഭവിക്കുന്നത് PCOD ഉള്ള ആളുകളുടെയൊക്കെ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവായിരിക്കും, അവർ വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കുറവായിരിക്കും. അപ്പൊ നമ്മൾ വെറുതെ അത് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പൊട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. ചിലതൊക്കെ പൊട്ടാതെ തന്നെ അങ്ങനെ കട്ടിയായിട്ട് നിൽക്കും, സിസ്റ്റായിട്ടൊക്കെ നിൽക്കും. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ആ മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊട്ടുന്ന മെഡിസിൻസ് അല്ലെ പൊട്ടുന്ന സമയത്ത് ആ പൊട്ടി വരുന്ന അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എള്ള് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു കണ്ടന്റ് എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് ഗർഭസ്ഥ ശിശു വളരാനായിട്ട് തുടങ്ങുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ് എത്രത്തോളം തിക്കണാകുമോ അതനുസരിച്ച് കുഞ്ഞ് ആ റൂട്ടിൽ സ്ട്രോങ് ആയിരിക്കും. എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ വീക്ക് ആണെങ്കിൽ അതിനെ ഒരു കുഞ്ഞിനെ നറിഷ് ചെയ്യാൻ മാത്രത്തിനുള്ള ഒരു കപ്പാസിറ്റി അതിനില്ല എങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവുകയും നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഷെഡ് ആക്കാതെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഹോർമോൺസിന് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടും എള്ള് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ലിഗ്നാസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനും സഹായിക്കുന്നു. ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിലുള്ളവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഹോർമോണൽ ഇംബാലൻസ്. അതായത് PCOD ഉള്ളവർക്കാണെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടാകും. ഈസ്ട്രോജൻ ഡോമിനൻസ് വരുമ്പോഴേക്കും അവർക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ ഓവുലേഷൻ ഉണ്ടാകും, ചിലർക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ടൈം ഉണ്ടാവില്ല, ചിലർക്ക് ഒരു മാസത്തിൽ തന്നെ 2 തവണ ബ്ലീഡിംഗ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഈസ്ട്രോജൻ ഹോർമോൺ കൂടുതലായിരിക്കും, പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവായിരിക്കും. ചില ആളുകൾക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻ പ്രൊജസ്ട്രോൺ ഭയങ്കര കൂടുതലായിരിക്കും, ഈസ്ട്രോജൻ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയല്ല ശരിക്കും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ പോകേണ്ടത്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും തുല്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനുമായിട്ടും അവിടെ ഒരു ടൈം ഉണ്ടാവുകയുള്ളൂ. ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എള്ള് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എള്ള് ഉപയോഗിക്കുന്നത് വഴി ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മോട്ടിലിറ്റിയും കൗണ്ടും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് സെക്സ് ഹോർമോൺസിന്റെ വർക്കിംഗ് കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് ആളുകളുണ്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് കോൺടാക്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓവുലേഷൻ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ ഡേക്ക് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ സമയം
കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ വർഷങ്ങൾ കഴിയുന്തോറും ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പലർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ ഭാഗമായിട്ടും ആ ഒരു കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഇജാക്കുലേഷൻ സംഭവിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നു. അങ്ങനെ പല അബ്നോർമാലിറ്റീസും പലർക്കും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതൊന്ന് റെഗുലറൈസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എൻഹാൻസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ശരീരത്തിൽ എടുക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഈ ഒരു എള്ളിലും സിങ്കിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് അയേണും അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ശരീരത്തിൽ അയേണിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കണം. അയേണിന്റെ കണ്ടന്റ് കുറവാണെങ്കിൽ നമുക്ക് അതിനെ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ അത് അഫക്ട് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ അത് അഫക്ട് ചെയ്യും, പീരിയഡ്സിനെ അത് അഫക്ട് ചെയ്യും. പീരിയഡ്സിൽ നമുക്ക് ബ്ലീഡിങ് വളരെയധികം കുറയും. ചില ആളുകൾക്ക് ബ്ലീഡിങ് തന്നെ സ്റ്റോപ്പ് ആവും. ചിലർക്ക് അനീമിയയുടെ ഒരു വേസ്റ്റ് സ്റ്റേജിലോട്ട് എത്തും, ഭയങ്കര ടയർഡ്നെസ് ഉണ്ടാകും, അതുപോലെ തലകറങ്ങി വീഴുന്നത് പോലെ തോന്നും, ഭയങ്കര വിളർച്ച ഉണ്ടാകും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ബ്ലീഡിങ് വളരെ കുറച്ച് പോകുന്നവർക്കൊക്കെ ഈ ഒരു എള്ള് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ മറ്റു പല കണ്ടന്റ്സും അടങ്ങിയിട്ടുണ്ട്. അയേൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, സെലീനിയം ഉണ്ട്, ആർജിനിൻ ഉണ്ട്, എന്നിങ്ങനെ പല ഐറ്റംസ് പല കണ്ടന്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എള്ള് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുക. എള്ള് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓവുലേഷൻ ടൈം വരെയോ ഇംപ്ലാന്റേഷൻ ടൈം വരെയോ ഒന്നും അല്ല എടുക്കേണ്ടത്. എല്ലാ ദിവസവും 1 ടീസ്പൂൺ എള്ള് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എള്ള് വെറുതെ 1 ടീസ്പൂൺ എള്ള് നിങ്ങൾ എടുത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാടൊന്നും വേണ്ട, ഒരു ദിവസം 1 ടീസ്പൂൺ എള്ള് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എള്ള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമായി പോകുമെന്ന്. ഒരിക്കലുമില്ല. എള്ള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ പ്രഗ്നൻസി നഷ്ടമായി പോവില്ല. പ്രഗ്നൻസി നഷ്ടമായി പോകണമെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രഗ്നൻസി കളയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഇപ്പോൾ ഒരുപാട് പൈനാപ്പിൾ എടുത്ത് നമ്മൾ ഒരു ഫുൾ പൈനാപ്പിൾ നമ്മൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് വീക്കാണ്, നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് ഒരു ഇച്ചിരി എള്ള് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരുടെയും പ്രഗ്നൻസി നഷ്ടമായി പോകില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഞാൻ. കാരണം എന്റെ സെക്കൻഡ് പ്രഗ്നൻസി മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പീരിയഡ്സ് നീണ്ടു പോകുമായിരുന്നു. PCOD ഓൾറെഡി ഉള്ളത് കൊണ്ടായിരുന്നതുകൊണ്ട് പീരിയഡ്സ് ഇത്തിരി ഇറഗുലർ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപൊക്കെ ഞാൻ ഒരുപാട് എള്ളെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബ്ലീഡിങ് വന്നില്ല. കാരണം കിട്ടാനുള്ള പ്രഗ്നൻസി ആണെങ്കിൽ, ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ അത് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ അതെല്ലാം ഓവർകം ചെയ്തിട്ട് മുൻപോട്ടേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 1 ടീസ്പൂൺ എള്ള് നിങ്ങൾ ഭാര്യയും ഭർത്താവും കിടക്കുന്നതിന് മുൻപ് ആ ഒരു ടൈം പറയുന്നത് ആ സമയത്തിനുള്ളിലെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ കഴിക്കുക. അത് പെട്ടെന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് അത് സപ്പോർട്ട് കൊടുക്കും കേട്ടോ. അതുപോലെ ഇപ്പോൾ രാത്രി സമയത്താണെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് സ്നാക്സ് കഴിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴും ബെനിഫിറ്റ് കൂടുതൽ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ചില ആളുകൾ ഇപ്പോൾ വേറെ ഷേക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചിലർ അവില് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ കൂടുതൽ എള്ളൊക്കെ ഇട്ട് കഴിക്കാറില്ലേ, അങ്ങനെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലീഡിങ് ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫ്ലോ കുറവുള്ള ആളുകളുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് ബ്ലീഡിങ് നിന്ന് പോകുന്ന അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് ബ്ലീഡിങ് നിന്ന് പോകുന്നവരെ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ബ്ലഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു എള്ള് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. കറുത്ത എള്ളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വൈറ്റ് കളറിലെ എള്ള് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ല. പക്ഷെ കറുത്തതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.